ഹലോ ഗൈസ്, എന്നാ ഉണ്ടത്? സുഖമാണ് എല്ലാവർക്കും. എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഒക്കെ ചെയ്യണം കേട്ടോ. ഇതുള്ള സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഏറ്റവും അധികം ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് നേടിയെടുത്തൊരു സംഭവമാണെന്ന് പറയാം, എൻ്റെ ബേബിക്ക് വേണ്ടിയിട്ട്. ആക്ച്വലി എൻ്റെ ബേബി ഒരു 6 മന്ത് അല്ല ഒരു 6 മന്തിന് ശേഷം തൊട്ടേ കുറച്ചൊക്കെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് തിരിച്ച് പറയും, കുറച്ച് റെസ്പോണ്ടൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാനതിങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്ത് കളക്ട് ചെയ്ത് വയ്ക്കുമായിരുന്നു. കുറേ ഇരുന്ന് ടൈം അവൾക്ക് ഇങ്ങനെ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുമായിരുന്നു. കുറേ പഠിപ്പിച്ച് കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ച് കഴിഞ്ഞാൽ അവൾ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനൊരു 1 ഇയറിന് ശേഷം മാത്രമേ ഈ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എനിക്ക്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഒരു 6 മന്തിന് ശേഷം തൊട്ട് തന്നെ അവളെല്ലാം ചില ഫ്രൂട്ട്സിൻ്റെ പിക്ചറാണെങ്കിലും അല്ലെങ്കിൽ ബേർഡ്സിൻ്റെ ആണെങ്കിലും ഒക്കെ കുറേയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം നമ്മളിപ്പോൾ പറഞ്ഞു കൊടുത്തത് തിരിച്ച് പറയുമായിരുന്നു. അപ്പോൾ അത് ഞാൻ 6 മന്തിന് ശേഷം തൊട്ടേ അവളത് ചെയ്യുമായിരുന്നു. അതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടനെ അവൾ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. ഒരു 7 മന്തിന് ശേഷമൊക്കെ തൊട്ട് 7 or 8 മന്തിന് ശേഷമൊക്കെ തൊട്ട് നമ്മൾ ലാലേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. ലാലേട്ടനെ ആണെങ്കിലും മമ്മൂക്കയിലൊക്കെ ഇമിറ്റ് ചെയ്യുമായിരുന്നു. എൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്, ബട്ട് ഞാനതെങ്ങും ഇട്ടിട്ടൊന്നുമില്ല. അപ്പോൾ ആ ലാലേട്ടനെയൊക്കെ ഇമിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ കുറേ ഫ്രൂട്ട്സിൻ്റെത്, കുറേ ബോഡി പാർട്സ്, ഇതെല്ലാം വെച്ചിട്ട് ഞാനിങ്ങനെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അപ്ലൈ ചെയ്ത്. അപ്പോൾ ആദ്യത്തെ തവണ ഈ ഏജ് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് റിജക്റ്റായി. 1.5 ഇയറിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഞാൻ ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ക്രൈറ്റീരിയ കാണിച്ച്. അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ, അതിന് മുന്നേ ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് അത് ഏറ്റവും ഭയങ്കര ഹാപ്പി എന്ന് പറയുന്നത് നമ്മൾ ലാലേട്ടനെ ഇമിറ്റേറ്റ് ചെയ്ത് അതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ലാലേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യും എന്നുള്ളതൊക്കെ വന്നപ്പോഴത്തേക്കും ഐ ആം സോ പ്രൗഡ്. ഒരു മദർ എന്നുള്ള നിലയ്ക്ക് അതാ ഞാൻ പറഞ്ഞത്, ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ആക്ച്വലി നമുക്ക് പറ്റുന്ന ഒരു ടൈമുണ്ട്. നമ്മൾ ഈ പോസ്റ്റ് പാർട്ടോ അല്ലെങ്കിൽ ആഫ്റ്റർ ബേബി ആയിട്ടൊക്കെ ഇരിക്കുമ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുറേ ടൈം നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുമല്ലോ. അപ്പം നമ്മൾ കുറേ മൈൻഡൊക്കെ അങ്ങനെ മാറ്റിയിട്ട് ഈ ബേബിയായിട്ട് എൻഗേജ് ചെയ്തിരിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും ഹാപ്പിനെസ്സാണ്. ബിക്കോസ് നമ്മൾ കുഞ്ഞു കുട്ടിക്ക് വേണ്ടി അതിൽ ചെറിയ പേയ്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് കോമ്പീറ്റ് ചെയ്യാനും പറ്റും, അല്ലാതെ സിംഗിളായിട്ട് തന്നെ അപ്ലൈ ചെയ്തിട്ട് നമ്മളെ കുട്ടിയുടെ ടാലൻറ്റ് വെച്ചിട്ടും അവർ നമുക്ക്